നമസ്കാരം. കലോത്സവ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു താരമായിരുന്നു നവ്യ നായർ. അതിനവരെ സഹായിച്ചത് ആലപ്പി സുദർശനെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാരായിരുന്നു. അതായത് നവ്യ നായർ 5 പഠിക്കുന്ന സമയത്താണ് നവ്യ നായർ മോണോ ആക്ട് പഠിച്ചു തുടങ്ങുന്നത്. അതായത് ആലപ്പി സുദർശൻ എന്ന വ്യക്തിയോട് ഒരു സാറ് പറഞ്ഞു, ഇൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്, താങ്കൾ ആ കുട്ടിയെ പഠിപ്പിക്കണം. ഒരുപാട് ഫീസൊന്നും തരില്ല, എങ്കിലും എന്തെങ്കിലും തരും. പക്ഷേ അവൾ രക്ഷപ്പെട്ടാൽ താങ്കൾക്ക് വലിയ ഗുണമുണ്ടാകും എന്ന് ഒരു സാറ് ഈ ആലപ്പി സുദർശനോട് പറയുന്നു. അപ്പോൾ ആലപ്പി സുദർശൻ ചോദിക്കുന്നു, എവിടെയാണ് ആ കുട്ടി, എവിടെയാണ് വീട്? അതിൻ്റെ വീട് അങ്ങ് ഹരിപ്പാടാണെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് കുട്ടി വരാൻ പറയുന്നു. അങ്ങനെ ഈ നവ്യ നായരുടെ പേര് അന്ന് 5ാം ക്ലാസ്സിലാണ് നവ്യ നായർ പഠിക്കുന്നത്. നവ്യ നായരുടെ പേര് അന്ന് നവ്യ നല്ല ധന്യ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് കുട്ടിയെ കാണുന്നു. കുട്ടിക്ക് ഒരു ഐറ്റം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, അതായത് ആലപ്പി സുദർശൻ. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എല്ലാവരും ഒന്നും ചാടിക്കയറി കൊണ്ട് പഠിപ്പിക്കില്ല. കാരണം ആൾക്കാർ കണ്ടിട്ട് അവരുടെ ടാലൻറ്റ് എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷമേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. ചുമ്മാതെ വെറുതെ ഫീസ് മേടിക്കാൻ മാത്രമായിട്ട് ഞാൻ പഠിപ്പിക്കില്ല. പഠിപ്പിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു ഗുണം അവർക്ക് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഞാൻ ഫീസ് വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നവ്യ നായർ വരുന്നു. നവ്യ നായർക്ക് ഒരു ഐറ്റം കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നവ്യ നായർ നല്ല അടിപൊളിയായിട്ട് അതുകൊണ്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ ആലപ്പി സുദർശനം ഇഷ്ടപ്പെട്ടു, അത് ശിക്ഷയാക്കാൻ കൊള്ളാം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. പിറ്റേന്ന് തന്നെ ക്ലാസ് തുടങ്ങുന്നു. അപ്പോൾ നവ്യ നായർ ജില്ലാ തലത്തിലേക്കുള്ള മത്സരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നവ്യയ്ക്ക് കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മഹാഭാരതത്തിലെ കുന്തിയും കർണനും, അതായത് കർണൻ തൻ്റെ അമ്മയാണ് കുന്തി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ തലേന്നായിട്ട് കുന്തി ദേവി കർണനെ കാണാനായിട്ട് ചെല്ലുന്നു. നമുക്കറിയാം മഹാഭാരതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. അപ്പോൾ വളരെ വികാരനിർഭരമായ ആ ഒരു രംഗം, ആ ഒരു സന്ദർഭമായിരുന്നു നവ്യ നായർക്ക് കിട്ടിയത്. അപ്പോൾ വളരെ അഭിനയിക്കാൻ ഒരുപാട് അവസരവും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നവ്യ നായരെ നല്ല പഠിച്ചു. അങ്ങനെ കലോത്സവ സമയത്ത് ചേർത്തലയിലുള്ള മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അതും ഇദ്ദേഹം തന്നെ ആലപ്പി സുദർശൻ എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. കാരണം ആ സമയത്ത് ഇദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ഈ തൻ്റെ ഒരുപാട് മറ്റ് ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ കൂടെ ഈ പുതിയ കുട്ടി എങ്ങനെയായിരിക്കും അവരുടെ കൂടെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ ഇദ്ദേഹത്തിന് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇദ്ദേഹം പഠിപ്പിച്ച് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഈ നവ്യ നായർ പിടിച്ചു നിൽക്കുമോ എന്നൊരു ഭയവും കൂടി നമ്മുടെ ആലപ്പി സുദർശൻ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് ഈ നവ്യയുടെ കൂടെ മത്സരിക്കുന്ന ചേർത്തലയിലുള്ള മറ്റൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്തേക്കുന്ന രംഗം, അതിന് കിട്ടിയ ഭാഗം എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ഭീഷ്മരും അംബയും. നമുക്കറിയാം മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു 2 കഥാപാത്രങ്ങളാണ് ഭീഷ്മരും അംബയും. അവരുടെ ഏതോ ഒരു ഭാഗമാണ് മറ്റേ കുട്ടിക്ക്, ചേർത്തലയിലുള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അഭിനയിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ 2 പേരുടെയും കൂടെ അഭിനയം അങ്ങോട്ട് ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. ആർക്ക് കൊടുക്കണമെന്നറിയില്ല, കാരണം മത്സരം കഴിഞ്ഞു. അപ്പോൾ കണ്ടവർക്കെല്ലാം മനസ്സിലായി ഇവർ 2 പേരുടെയും ഒന്നിനൊന്ന് മെച്ചമാണ് അഭിനയം. ആർക്ക് കൊടുക്കണമെന്നറിയില്ല. കാരണം ഭീഷ്മരും അംബയും പിന്നെ ഈ കർണനും കുന്തി ഇവർ തമ്മിൽ ഈ 2 പേരും ഈ 2 പേരുടെയും തമ്മിലുള്ള ഈ അഭിനയം എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയാണ്. ബലാബലം നിൽക്കുന്നു, തുല്യമായിട്ട് നിൽക്കുന്നു. ആർക്ക് കൊടുക്കുമെന്നറിയില്ല ഫസ്റ്റ്. അപ്പോൾ ഈ കണ്ടവരെല്ലാം പേടിച്ചു പോയി. കാരണം ഇദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇതെല്ലാം ആർക്ക് കൊടുക്കും, കാരണം 2 പേരും തന്നെ ശിഷ്യരാണ്. ഒരാൾക്ക് കിട്ടിയാൽ എന്തായാലും ഒരാളുടെ ഭാഗത്തു നിന്നുള്ള തെറുത് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും തന്നെ ആയിരിക്കും ഫസ്റ്റ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ആർക്ക് എന്നുള്ളതായിരുന്നു അപ്പോഴവിടുത്തെ സംശയം. അപ്പോൾ അന്നേരം ജഡ്ജസുകളുടെ കയ്യിലാണ് പിന്നെ ഇരിക്കുന്ന കാര്യം. അവർ തീരുമാനിക്കില്ല ആർക്ക് കൊടുക്കണമെന്നുള്ളത്. പക്ഷേ അവർക്ക് പോലും ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം തുല്യമായിട്ട് നിൽക്കുന്ന 2 പേരുടെയും മത്സരം. ആരാണ് മുന്നിൽ ആരാണ് പിന്നിലെന്ന് ഒരു പോയിൻ്റ് കൊണ്ട് ഒട്ടും പറയാൻ പറ്റുന്നില്ല ജഡ്ജസിന് പോലും. അപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി. കാരണം മാവേലിക്കരയിലോ മറ്റോ ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം അങ്ങ് പോവുകയാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ ആ റിസൾട്ട് കേൾക്കാൻ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് എന്തായാലും ആരെങ്കിലും ഒരു ഉൾപ്പെടുന്നത് തെറി കിട്ടും. 2 പേരും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരനാണല്ലോ. അപ്പോൾ ഇദ്ദേഹം പേടിച്ചങ്ങ് പോയി.
അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മൈക്ക് അപ്പോൾ ഒരു ടോസ് ഇടുന്നു. അപ്പോൾ ജഡ്ജസ് ടോസ് ഇട്ടിട്ട് നവ്യ നായർക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ആലപ്പി സുദർശന അങ്ങ് ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നവ്യ നായർക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ നവ്യ നായരുടെ അച്ഛൻ അന്നേരം തന്നെ ബൈക്കിൽ ഓടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നവ്യ നായർക്കാണ് ഫസ്റ്റ്. അങ്ങനെ പത്രക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു. ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്ന് പോകുന്നു. അപ്പം ജില്ലാതലത്തിൽ ഫസ്റ്റ് നമ്മുടെ നവ്യയ്ക്ക് അങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നവ്യ അങ്ങ് വളർന്നൊക്കെ വലുതായിട്ട് കുറേ വളർന്ന് വലുതാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഷ്ടം എന്ന സിനിമയിലേക്ക് ഷൂട്ടിങ്ങിനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ നവ്യ നായർ വന്ന് നമ്മുടെ ഈ ആലപ്പി സുദർശൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് സന്തോഷത്തിലൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അങ്ങനെ കഴിഞ്ഞ +2 പഠിക്കുന്ന സമയത്താണ് നന്ദനം എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റിലേക്കുള്ള മത്സരത്തിനുള്ള അടുത്ത ഒരു ഐറ്റം പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹം തന്നെ, അതായത് ആലപ്പി സുദർശനം തന്നെ വടക്കൻ പരവൂരുള്ള അവിടെ വെച്ചായിരുന്നു നന്ദനത്തിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അവിടെ ചെല്ലുന്നു ഇദ്ദേഹം നവ്യയെ ഒരു ഐറ്റം പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും അവിടെയും സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. കാരണം അടുത്ത സ്റ്റേറ്റാണ്. അപ്പം അവിടെ സ്റ്റേറ്റിലാക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സ്റ്റേറ്റിലും നമ്മുടെ നവ്യ നായർക്ക് ഫസ്റ്റ് കിട്ടുന്നു. അപ്പോൾ അറിയാം ഈ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കടുപ്പമാണ്. കാരണം കേരളത്തിലെ എല്ലാ കുട്ടികളും, ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ കുട്ടികളും, എല്ലാ ജില്ലയിൽ നിന്നുള്ള കുട്ടികളും മത്സരിക്കുന്ന ഒരു വേദി. അപ്പോൾ അതിൽ നിന്നും സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇത് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടുന്നു. അപ്പോൾ അറിയാം, കാരണം ഇദ്ദേഹമാണ് കുട്ടിയെ പ്രിപ്പയർ ചെയ്തത്. ആലപ്പി സുദർശനാണ്. കാരണം സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ടഫായിട്ടുള്ള, അത്രമാത്രം നല്ല വിഷയം സെലക്ട് ചെയ്തിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹം നല്ല ഒരു വിഷയം എടുത്താണ് സെലക്ട് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് ഇദ്ദേഹം ഈ കൊച്ചുകുട്ടിയെ ഇതിൻ്റെ നവ്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് സ്റ്റേറ്റിൽ ഫസ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാനത് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അത് ശ്രമിച്ചുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് തരണമെന്ന് ഇദ്ദേഹം നവ്യയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ നവ്യയുടെ അച്ഛൻ അദ്ദേഹം ഫസ്റ്റിനെ തന്നെ പറഞ്ഞു അത്രേ ഡ്രസ്സ് എടുത്ത് തരാൻ പൈസ ഇല്ല എന്നുള്ളത്. ഡ്രസ്സ് എടുത്ത് തരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം ആലപ്പി സുദർശനൻ വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത് തുറന്നു പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ഒരു 100 രൂപ കൊടുത്താൽ അന്ന് എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് കിട്ടുന്ന കാലമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ നന്ദനത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 രൂപ എടുത്ത് ഇദ്ദേഹത്തിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ച് സന്തോഷത്തെ കൊടുക്കാനുള്ള എല്ലാ കഴിവും മാർഗവും അവർക്കുണ്ട്. അപ്പോൾ സമയത്തല്ലേ, അത് നമുക്ക് ഒരു സംശയവും ഇല്ല അതിനകത്ത്. അപ്പോൾ അന്നേരം ഈ അച്ഛൻ പറഞ്ഞത്രേ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ സമൂഹത്തിൻ്റെ മധ്യത്തിലൊക്കെ എത്രമാത്രം നമ്മൾ അങ്ങ് ആളായി നിന്ന് കഴിഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമമില്ലേ. അങ്ങനെ ഒരാൾക്കൊരു 10-200 രൂപയുടെ ഒരു ഡ്രസ്സ് എടുത്താൽ അതും ഒരു ഗുരുവിന് എടുത്തു കൊടുക്കാൻ അന്ന് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് തന്നെ ഒരു വിഷമം വരികയാണ്. ഇന്ന് സമൂഹത്തിൻ്റെ ഏത് നിലനിൽക്കുന്ന വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സിനിമാ നടിയുടെ അച്ഛനാണ് ഈ വാക്ക് പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞുണ്ട്, ഇന്നും എനിക്ക് ആ വേദനയുണ്ട്, ഒരു ഡ്രസ്സ് എനിക്ക് എടുത്ത് തരാത്തത് ഇന്നും എനിക്ക് ഓർക്കുക തന്നെ വലിയ വേദനയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടിട്ട് വിഷമം തോന്നുന്നുണ്ടോ? എന്തായാലും അറിയിക്കണം കേട്ടോ. ബൈ.